ഓട്ടോറിക്ഷക്കാർ വിളിക്കുമ്പോൾ തന്നെ ടാക്സിക്കാർ വിളിക്കുന്നു. അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സൂഫി സഫാരി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഒമാനിലെ മസ്കത്തിലാണ്. ഇന്നിപ്പോൾ നമ്മൾ സിയാറത്ത് വ്ളോഗൊന്നല്ല, ഇന്ന് വേറെ ട്രാവൽ വ്ളോഗാണ്. ഇന്നൊരു യാത്രൻ്റെ വ്ളോഗാണ്. ഇതിൽ നിന്ന് സൗദിയിലേക്കുള്ള യാത്രയിലാണ് ഇൻഷാ അല്ലാഹ്. അപ്പം യാത്രയിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോൾ നമ്മളെ ഒമാനിൽ നിന്നുള്ള സിയാറത്തിൻ്റെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് ഇൻഷാ അല്ലാഹ്. അത് ഇങ്ങനെ സമയം കിട്ടാത്തത് കൊണ്ടാണ്. ഇപ്പോൾ റമദാൻ ടൈമാണല്ലോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇന്നിപ്പോൾ റമദാൻ 20 അപ്പം അപ്പോൾ ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഇനി നമുക്ക് യാത്രയിലുള്ള കാര്യങ്ങൾ കാണാം. ഇവിടുന്ന് അൽഖൈർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് വേണം ബസ്സിൽ കയറാൻ. ഉള്ളിടത്തിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ടാക്സിക്ക് പോകണം. ഇവിടുന്ന് ഗവൺമെൻറ്റിൻ്റെ ബസ്സുണ്ട്, പക്ഷേ ടൈം കുറച്ച് പിടിക്കും. പക്ഷേ ഏതോ 2 ബസ് മാറി കയറണം എന്നൊക്കെയാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. അപ്പോൾ അതിനെക്കാട്ടല്ല ഇവിടുന്ന് ഡയറക്റ്റ് ടാക്സി തന്നെ കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ടാക്സി പോവാം. ഇതാണ് ഇവിടെ റൂവിലത്തെ ബസ് സ്റ്റാൻഡ്. ഇതാണ് ഇവിടുത്തെ ബസ്. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ബസ്സാണ്. വാസലാത്ത് ഗവൺമെൻറ് ബസ്സാണ്. അവിടെ മസ്കറ്റിലെ ഏകദേശം സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് ബസ്സുണ്ട്. അതുപോലെ സലാലയിലേക്കൊക്കെ ഇവിടുന്ന് തന്നെ ബസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ പ്രൈവറ്റ് ബസ്സും കുറേ ഉണ്ട്. അങ്ങേ സൈഡിലാണ് ടാക്സി നിർത്തുക. അപ്പോൾ അവിടേക്ക് എത്തണം നടന്നിട്ട്. ഇവിടുന്നാണ് ടാക്സി കിട്ടുക. ഓട്ടോറിക്ഷക്കാർ വിളിക്കുമ്പോൾ തന്നെ ടാക്സിക്കാരും വിളിക്കുന്നുണ്ട്. അങ്ങനെ വണ്ടി കിട്ടിയിട്ടുണ്ട്. ഒരു ഇന്നോവയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് സീറ്റ് കിട്ടിയത്. ഇങ്ങനെ നമ്മളവിടെ ഇറക്കി വിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ അപ്പുറത്തേക്ക് കിടക്കണം. ഈ ബ്രിഡ്ജിൽ കൂടെ നല്ലൊരു കാഴ്ച കേട്ടോ അത്. ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഇങ്ങേ ഭാഗത്തേക്ക് കിടന്ന് ഇവിടുന്ന് ഒരു വഴിക്ക് പോകണം. നമ്മൾ ബസ് നിർത്തിയിടുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ലാൻഡ് ട്രാൻസ്പോർട്ട് എന്നുള്ള ആ കമ്പനിയാണ് നമ്മളെ കൊണ്ടുവന്നത്. ആ ബാക്കിൽ കാണുന്ന മഞ്ഞ ബോർഡ് ഉണ്ടല്ലോ, അത് ബ്ലാക്കിൽ മഞ്ഞ. അപ്പോൾ ഇവിടുന്ന് ആഴ്ചയിൽ മസ്കറ്റ് ടു റിയാദ്, അതുപോലെ മക്ക, മക്കത്തേക്കൊക്കെയുള്ള ബസ് സർവീസ് ഉണ്ടാവാറുണ്ട്. ഈ ബസ്സിലാണ് നമുക്ക് റിയാദിലേക്ക് പോകാനുള്ളത്. മസ്കറ്റിൽ നിന്ന് നേരെ റിയാദിലേക്കുള്ള ബസ്സാണിത്. ബസ്സിൻ്റെ ഉള്ളിലൊക്കെ ഇത് കാണാം. ബസ് ഇവിടുന്ന് ഏകദേശം ഒരു 7 മണിക്കാണ് പുറപ്പെടുക. അപ്പം കമ്പനീൻ്റെ വക തന്നെയാണ് ഇഫ്താറും കാര്യങ്ങളൊക്കെ.
ഏകദേശം ഒരു 6 മണി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ബസ് ഇവിടുന്ന് 7 മണിയാവും പോകാൻ. അപ്പോൾ നമുക്ക് ഇഫ്താർ വലിയ ട്രാവൽസിൻ്റെ വക തന്നെ ഇഫ്താർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പനി വകയുള്ള നോമ്പറ കമ്പനീൻ്റെ ഓഫീസിന് നേരെ മുമ്പ് തന്നെ. അങ്ങനെ നോമ്പറ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പം ബസ് കയറി. ഇനി ഇപ്പം ബസ് ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെടും ഇൻഷാ അല്ലാഹ്. മസ്കത്തുനിന്ന് റിയാദിലേക്ക് ആഴ്ചയിൽ 3-4 സർവീസുകൾ ഉണ്ടാവാറുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ മസ്കത്തുനിന്ന് റിയാദ് വരെ 25 റിയാലാണ്, ഒമാനി റിയാൽ. അപ്പം നാട്ടിലൊരു 5000-5500 ഒരു റേഞ്ചിൽ വരുന്നുണ്ടാവും. പിന്നെ അതുപോലെ മക്കത്തേക്കാണെങ്കിൽ 45 റിയാൽ വരും ഒരാൾക്ക്. നമുക്ക് ഇപ്പോൾ ഒമാനിലുള്ള ആൾക്കാർക്ക് സൗദി വിസ ഉംറ വിസ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പോകാൻ എളുപ്പമാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 20-24 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു യാത്രയാണ് ഇവിടുന്ന് റിയാദ് വരെ. 1000-2000 കിലോമീറ്റർ. സമയം ഏകദേശം 1:30. ഇപ്പം സൗദി ഒമാൻ ബോർഡറിലാണുള്ളത്. ഇവിടെ ഏകദേശം ഒരു 12:30 എത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി അടുത്തത് സൗദി ബോർഡറിലേക്ക് പോകണം. ഇനി അവിടുത്തെ എമിഗ്രേഷനും കഴിഞ്ഞ് അങ്ങനെ നേരെ ഇൻഷാ അല്ലാഹ് കയറിയിട്ടുള്ള എമിഗ്രേഷനും കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് അപ്പോൾ ഏകദേശം 1-1.5 മണിക്കൂർ ഇവിടെ തന്നെ നിൽക്കുന്നത്. എമിഗ്രേഷനും അതുപോലെ എല്ലാ ചെക്കിങ്ങിൻ്റെയും ഒക്കെ ശേഷം നമ്മളെ ബസ് സൗദിയിലേക്ക് കൊണ്ട് കടന്ന് മരുഭൂമിയിലൂടെയുള്ള യാത്ര തുടങ്ങി. ഇപ്പോൾ സമയം സൗദി ടൈം 2:15, ഒമാൻ ടൈം 3:15. ഏകദേശം 1 മണിക്കൂറിൻ്റെ വ്യത്യാസം. ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂർ അവിടെ എമിഗ്രേഷൻ്റെ അവിടെ എല്ലാ ചെക്കിങ്ങിനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ റിയാദിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. സമയം ഏകദേശം ഒരു 5 മണി, സൗദി ടൈം 5 മണി. ഷുബൈത്ത എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഷുബൈത്ത അങ്ങനെ എന്തോ ആണ് ഗൂഗിളിൽ കാണുന്നത്. ഇവിടെ ഇപ്പം സുബഹി നിസ്കരിക്കാൻ എല്ലാത്തിനും വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ ഒരൊറ്റപ്പെട്ട സ്ഥലമാണ് ഷുബൈത്ത. ഫുള്ള് മരുഭൂമിയാണ്. ഇവിടെ ഒരു ചെറിയൊരു പെട്രോൾ പമ്പ്, അതിൻ്റെ അടുത്ത് തന്നെ ചെറിയ നിസ്കാരപ്പള്ളി അങ്ങനത്തെ ഒക്കെ ആയിട്ടാണുള്ളത്. ഒറ്റപ്പെട്ട സ്ഥലമാണ്, മരുഭൂമിയാണത്. സൂര്യൻ ചേർന്നുള്ള സൈഡിൽ നിന്ന് ഇങ്ങനെ കുറേ ട്രക്കുകളൊക്കെ നിർത്തിയിട്ട് കാണാം. ആകെയൊരു ചെറിയൊരു പീടിയൊക്കെ ഉണ്ട് ഇവിടെ.
ഈ ഒരു 256 കിലോമീറ്ററാണ് ഹൈവേ 10ൻ്റെ നീളം. ഇതിന് മുമ്പുണ്ടായിരുന്നത് ഓസ്ട്രേലിയയുള്ള ഒരു റോഡായിരുന്നു. ചെങ്കടൽ തീരത്തുള്ള അൽബർബ് മുതൽ UAE ബോർഡർ വരെയാണ് ഈ റോഡിൻ്റെ ദൂരം. ഏകദേശം ഒരു 1450 കിലോമീറ്റർ. അതിൽ തന്നെ 256 കിലോമീറ്റർ വളവുകളൊന്നുമില്ലാതെ നേർക്കുള്ള റോഡാണ്. അത് അർന്ന് എന്ന് പറഞ്ഞ സ്ഥലം മുതൽ അൽബത്ത എന്ന് പറഞ്ഞ സ്ഥലം വരെയാണ് സ്ട്രൈറ്റ് ആയിട്ടുള്ള 156 കിലോമീറ്റർ റോഡുള്ളത്. സൗദിയിൽ കൂടെ ഉള്ള ചരക്ക് ട്രെയിന് കണ്ടെയ്നറൊക്കെ ആയിട്ടുള്ള കണ്ടെയ്നറൊക്കെ കൊണ്ടുവരാനും ചരക്ക് ട്രെയിനാണ്. ഏകദേശം 11:30 രണ്ട് ഭാഗത്ത് നോക്കിയാലും വ്യത്യസ്ത കാഴ്ചകളാണ്. ട്രെയിനൊക്കെ ഉണ്ട്. അതുപോലെ ഓരോ ഭാഗത്തും ഫാമുകൾ, ചില ഭാഗങ്ങളിൽ ഈ എണ്ണപ്പാടം, അങ്ങനെ പലതും കാണാനുണ്ട്. ഫാമുകളാണ് ഇവിടെ. നമ്മളെ ബോർഡർ കഴിഞ്ഞിട്ട് ഇതുവരെ ഫുള്ള് മരുഭൂമി തന്നെയാണ്. ഇതിൽ ചെറിയ കുറച്ച് പെട്രോൾ പമ്പുകളും അതിൻ്റെ പരിസരത്ത് ചെറിയ അങ്ങാടികളൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. അല്ലാണ്ട് വേറൊരു വില്ലേജ് അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പോഴാണ് ഏകദേശം പച്ചപ്പൊക്കെ കാണാൻ തുടങ്ങിയത്. ഏകദേശം 12 മണിയൊക്കെ ആയതിനു ശേഷം കുറച്ച് വീടുകളും പള്ളികളും മറ്റൊക്കെ ഉണ്ട്. ഈത്തപ്പനത്തോട്ടങ്ങനെ കാണാം. പിന്നെ അതുപോലെ ഇങ്ങനെ ഈത്തപ്പനത്തോട്ടം, മറ്റു മരങ്ങളൊക്കെ ഇങ്ങനെ കാണാം. ഏകദേശം അടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ ഒരു 50-56 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ റിയാദിലേക്ക് എത്തും. ഇതിലൂടെയുള്ള ഈ യാത്ര എന്നാലും പ്രത്യേക ഒരു അനുഭവം തന്നെയായിരുന്നു. ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്കുള്ള ബോർഡർ ക്രോസിങ്ങും അതുപോലെ ഒരു പ്രത്യേക അനുഭവമൊക്കെ തന്നെയായിരുന്നു. പറഞ്ഞിട്ടുണ്ടല്ലോ, യാത്ര ചെയ്യുന്ന ആള് ഒഴുകുന്ന വെള്ളം പോലെയാണെന്ന്. അപ്പം നമുക്ക് പല അനുഭവങ്ങളും യാത്രയിൽ കൂടെ കിട്ടാനുണ്ടാവും. അതുപോലെ പല കാഴ്ചകളും നമുക്ക് കാണാം. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ ഒന്നും തീരുന്നില്ല. പിന്നെ യാത്രയിൽ തന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അത് വേറെ ഉണ്ടാവും. നമ്മളെ യാത്രയിലുണ്ടായിട്ടുണ്ട്. പിന്നെ പല അനുഭവങ്ങളും ഉണ്ടാവും. പിന്നെ പല പ്രയാസങ്ങളും ഉണ്ടാവും. ചിലപ്പം പല നല്ല നല്ല അനുഭവങ്ങളും മറ്റൊക്കെ ഉണ്ടാവും. അത് വിചാരിച്ച് നമ്മൾ പ്രയാസങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താക്കരുത്, യാത്ര ചെയ്യാതിരിക്കരുത്. നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുക. ഇപ്പം എണ്ണൻ്റെ സ്ഥലത്തിട്ടുണ്ട്. എണ്ണപ്പാടം എങ്ങനെയാണ് അവിടെ. ഇങ്ങനെ നമ്മൾ ഓരോ നാട്ടിൽ കൂടെയും പോകുമ്പോൾ ഓരോ കാഴ്ചകൾ ഇങ്ങനെ കാണാം. കൃഷിയായിട്ടും അതുപോലെ മറ്റു പല ഇൻഡസ്ട്രിയൽ ഏരിയകളായിട്ടും പിന്നെ വേറെ എന്തെങ്കിലും കാഴ്ചകളായിട്ട് അങ്ങനെ പലതും നമുക്ക് കാണാൻ കഴിയും. ചെറിയൊരു പേടി എന്ന് പറയാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഒമാനിലേക്കുള്ള വിസ 30 ദിവസത്തേതായിരുന്നു. 1 മാസത്തെ വിസയായിരുന്നു. എന്നാലിപ്പോൾ 20-ാം തീയതി ആയാലും വിസ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ബോർഡർ ക്രോസ് ചെയ്ത് ഈ ഒമാൻ്റെ ഇമിഗ്രേഷൻ്റെ ഭാഗത്തെത്തിയാൽ ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ട്. 12
പേടി, ഇത്രയും സമയം കഴിഞ്ഞതിൻ്റെ പേരിൽ എന്തെങ്കിലും ഫൈനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ഇല്ലാണ്ട് തന്നെ അൽഹംദുലില്ലാ അങ്ങ് കഴിഞ്ഞിട്ട്. ഇപ്പോൾ സൗദിയിലുള്ളത് ഉംറ വിസയാണ്. ഉംറ വിസക്കാണ് ഇപ്പോൾ നമ്മൾ റിയാദിലേക്ക് വന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇൻഷാ അല്ലാഹ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉംറയ്ക്ക് വേണ്ടി പോവുകയും ചെയ്യണം ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മളെടുത്ത കുറേ വീഡിയോസ് അതൊന്നും അപ്ലോഡും ചെയ്തില്ല. അപ്ലോഡ് ചെയ്യണം. മറ്റേ സിയാറത്തിന് പോയിട്ടുള്ള വീഡിയോസ് ഉണ്ട്, അയ്യൂബ് നബീൻ്റെത്, അതുപോലെ ഹൂദ് നബീൻ്റെത്, അങ്ങനെ പലയിടത്തുള്ള വീഡിയോസ് ഇനിയിപ്പോൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. അങ്ങനെ സൗകര്യം പോലെ അങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഏകദേശം റിയാദിൻ്റെ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക. ഒരു വ്യത്യസ്തമായ അനുഭവമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള നാട്ടിൽ നിന്ന് തന്നെ ഒരു ഇങ്ങനെ ബൈ റോഡ് പോകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെ. പല രാജ്യക്കാരുണ്ട് നമ്മുടെ ബസ്സിൽ, പാകിസ്ഥാനികൾ, അതുപോലെ മിസിരികളുണ്ട്, നമ്മുടെ ഇന്ത്യക്കാരൻ്റെ UP-യിലുള്ള ആൾക്കാരുണ്ട്, പിന്നെ അങ്ങനെ പല രാജ്യത്തുള്ള ഒമാനികൾ, അഫ്ഗാനികൾ, അങ്ങനെ പലരും രാജ്യത്തു നിന്നുള്ള ആൾക്കാരാണ് നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരെ ഒരു മയക്കാരൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, മഴ പെയ്യാൻ പോകുന്നുണ്ട്. റിയാദിലേക്ക്, റിയാദിൻ്റെ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. മേൽക്കൂടുള്ള മെട്രോ ലൈനാണ് മേൽക്കൂടെ പോകുന്നത്. റിയാദിലെ അസീസിയ ബസ് സ്റ്റാൻഡിലേക്ക് വണ്ടി എത്തിയിട്ടുണ്ട്. കുറേ രാജ്യത്തേക്കുള്ള ബസ്സുകളുണ്ടാവും. ദുബായ്, നമ്മളെ ഡ്രൈവർ ഒമാനിയാണ് ആള്. 2-3 ആൾക്കാരുണ്ട് പേര്. നമ്മളെ ബാഗ് എടുക്കാൻ ഉള്ളൊക്കെ ഒരു സെറ്റപ്പ് തന്നെ കേട്ടോ. എയർപോർട്ട് ഒരു അങ്ങനത്തെ ഒരു ശൈലിയിലാണുണ്ട്. ഭയങ്കര സെറ്റപ്പ് തന്നെ. പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ കുറേ ഭാഗത്തേക്ക് പോകുന്ന ചെറിയ ലോക്കൽ ബസ്സുകളുണ്ട്. അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ റിയാദിലെത്തി. ഇനി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇനി നമ്മളെ ഒമാനിലുള്ള സിയാറത്തിൻ്റെ ഒക്കെ ഓരോ വീഡിയോസായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പം വീഡിയോ തുടരണമെന്നുണ്ടെങ്കിലൊക്കെ ഞങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ പോയി കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.